ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ പരിശോധിക്കാനെത്തി. കളക്ടർ എത്തിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണനെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ പരിശോധിക്കാനെത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് കളക്ടർ എത്തിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ടാറിംഗ് ആരംഭിച്ച സർവീസ് റോഡും കളക്ടർ സന്ദർശിച്ചു. മഴവെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ച കാനകളുടെ പ്രവർത്തികളും വിലയിരുത്തി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ടാറിംഗ് ആരംഭിച്ച സർവീസ് റോഡും കളക്ടർ സന്ദർശിച്ചു. മഴവെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ച കാനകളുടെ പ്രവർത്തികളും വിലയിരുത്തി. കാന നിർമ്മാണത്തിലെ അപാകതകളും അശാസ്ത്രീയ നിർമ്മാണവും നാട്ടുകാർ കളക്ടർക്ക് വിശദീകരിച്ച് നൽകി. നാട്ടുകാരുടെ പരാതികൾ കളക്ടർ കേട്ടു. പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകി. എറണാകുളം ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് നടക്കും. ഇതോടെ മുരിങ്ങൂർ ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. സനീഷ് കുമാർ ജോസഫ് MLA, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, റൂറൽ SP കൃഷ്ണകുമാർ, പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ എന്നിവരും സന്നിഹിതരായിരുന്നു. നമുക്ക് ബിജു ട്രാഫിക് ഡീവിയേഷൻ നമ്മൾ തുടങ്ങി പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങിയ ജനമെല്ലാം കൂടെ ഞങ്ങൾ ചീത്ത വിളിക്കും. അപ്പം ആവശ്യമുള്ളപ്പോൾ മാത്രം ഡീവിയേഷൻ. രാവിലെ നമ്മളൊരു 7:30 പുറത്തോട്ട് പോകരുത്. 7:30 മുമ്പ് റോഡ് കിട്ടണം. അതാ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. മീഡിയ ടൈം, ചാലക്കുടി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണനെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പി. ജയിക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് ജമ്മു കാശ്മീരിൽ നിന്നുവരെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും എന്ന ഇന്നലത്തെ പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖർ തള്ളിയത്. അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ടർ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് അദ്ദേഹം തൃശൂരിൽ വിശദീകരിച്ചത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടും പാർട്ടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചോരി ആരോപണത്തോടും SIR വിഷയത്തിലും പറഞ്ഞ കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളത്. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് പറഞ്ഞതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വ്യൂവും കാഴ്ചപ്പാടും പാർട്ടി വിശ്വസിക്കുന്നില്ല. ഇതിൽ നിയമങ്ങൾ പാലിക്കണം. അത് ഞങ്ങള് ഈ SIR ഡിബേറ്റും ഈ വോട്ട് ചോരിന്റെ രാഹുൽ ഗാന്ധിന്റെ പ്രോപ്പഗാൻഡ അതിന്റെ മൊത്തം സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങള് തൃശൂർ ലീഡർഷിപ്പും പറഞ്ഞിട്ടുണ്ട്, മറ്റ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റ് പൊസിഷൻ. സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഹോണററി വൈൽഡ് ലൈഫ് ഗാർഡനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കി അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത്. കണ്ണൻകുഴി പ്രദേശത്ത് കർഷകർക്ക് ദുരിതം വിതച്ചിരുന്ന ക്ഷുദ്രജീവികളായി സർക്കാർ പ്രഖ്യാപിച്ച 2 കാട്ടുപന്നികളെ ഇന്നലെ രാത്രി വെടിവെച്ചിട്ടു. കണ്ണൻകുഴി നിവാസികളായ സതീഷ് കുമാർ, ബിജു എന്നിവരുടെ മരച്ചീനി തോട്ടത്തിൽ തുടർച്ചയായി നാശം വിതച്ചിരുന്ന പന്നികളെയാണ് ഇന്നലെ രാത്രി 11 മണിയോടെ വെടിവെച്ചിട്ടത്. കർഷകരുടെയും പ്രദേശവാസികളായ യുവാക്കളുടെയും നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ഷൂട്ടർ കുറ്റിച്ചിറ സ്വദേശി ടിമ്മിയാണ് പന്നികളെ വെടിവെച്ചത്. കാട്ടുപന്നി ശല്യം നേരിടുന്ന കർഷകർക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് KK റിജേഷ് അറിയിച്ചു. മാസക്കാലമായിട്ട് കപ്പത്തോട്ടത്തിൽ പന്നിയുടെ കൂട്ടവിളയായിട്ടായിരുന്നു. അപ്പോൾ നിരന്തരം നമ്മൾ ഈ കൃഷിക്കാരുടെ ആവശ്യം നമ്മുടെ മുന്നിൽ വരികയും അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പന്നീനെ മാർക്ക് ചെയ്യും, പന്നീനെ കൊല്ലുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു. സർക്കാർ ഉത്തരവിറക്കി.
അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 പന്നീനെ ഇന്നലെ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പരാതിയുള്ള ആൾക്കാരൊക്കെ പഞ്ചായത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കൃഷിത്തോട്ടത്തിൽ ഇത്തരം ആക്രമണം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വേട്ടയാടാന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ 21 വയസ്സുള്ള ഷിൻഡോയെയാണ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 10 രാത്രി ശ്രീനാരായണപുരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് 7500 രൂപ മോഷണം പോയതായി ക്ഷേത്രം ജീവനക്കാരനായ രമേശ് ബാബു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 1ാം ദിവസം അന്നമനട GUP സ്കൂളിൽ നടന്ന കാർഷിക പ്രദർശന വിപണന മേള മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ഈ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന കർഷകർക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കാർഷിക പ്രദർശന വിപണനമേള ഉദ്ഘാടനം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. മുൻ ഹരിതമിത്ര അവാർഡ് ജേതാവ് KS സിനോജ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിലും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സുജിത് ഗോവിന്ദ് കാർഷിക മേഖലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിലും സെമിനാർ നയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TK സതീശൻ, മഞ്ജു സതീശൻ, K ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. നാളെ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടി നടക്കും. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന അഗസ്തി മൊറേലി 6ാമത് സ്മാരക അവാർഡ് കാരിക്കച്ചർ ആർട്ടിസ്റ്റും നടനും ഗായകനുമായ ജയരാജ് വാര്യർക്ക് നൽകുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികളായ ജോർജ് V ഐനിക്കലും പോൾ പുല്ലനും അറിയിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് സെപ്റ്റംബർ 13 4 മണിക്ക് ചാലക്കുടി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സമ്മാനിക്കും. ഡോക്ടർ CC ബാബു, CBK തോമസ്, ഷാജു പുത്തൂർ എന്നിവരാണ് അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ. ഡോക്ടർ ജോയ് കട്ടക്കയം, ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ ഡേവിസ് ചിറമേൽ, പത്മശ്രീ ചെറുവയൽ രാമൻ, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനൻ എന്നിവരാണ് മുൻകാല അവാർഡ് ജേതാക്കൾ. അന്നമനട ഗ്രാമപഞ്ചായത്ത് പാലിശ്ശേരിയിൽ സ്മാർട്ട് അംഗനവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. സ്ഥലവും കെട്ടിടവും ഇല്ലാത്തൊരു അംഗനവാടി ഉണ്ടായിരുന്നു 1ാം വാർഡിൽ മാത്രമായിരുന്നു. അപ്പം അതിനുവേണ്ടി 23 ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം പണിയുന്നതിനും വേണ്ടി നമുക്ക് അനുവദിച്ച് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇന്നലെ ഭരണസമിതി യോഗത്തിൽ ആ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ സമയത്ത് തന്നെ സ്ഥലം വാങ്ങണം എന്നുള്ളതാണ് പഞ്ചായത്ത് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം, ഈ ചുമതലയേറ്റതിന് ശേഷം പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും സർവതല സ്പർശിയായി കാർഷിക മേഖലയിൽ ഇടപെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മികവിൻ്റെ കേന്ദ്രം അടക്കമുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ മഞ്ജു സതീശൻ, മുൻ മെമ്പർമാരായ KK തോമസ്, PK തിലകൻ, സൂപ്പർവൈസർ P ബിജി, സീന ഹരി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് 22.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നത്. മാള കാർമൽ കോളേജിലെ ഫാഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാള ബസ് സ്റ്റാൻഡിൽ സ്ട്രീറ്റ് ഫാഷൻ ഷോ നടന്നു. ഷോയിൽ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പല വർണ്ണത്തിൽ ഓണാഘോഷത്തിന്റെ നിറവ് നൽകിക്കൊണ്ടായിരുന്നു വസ്ത്രങ്ങൾ അവതരിപ്പിച്ചത്. വെസ്റ്റേൺ തുണിത്തരങ്ങളും പെയിന്റുകളും, ബ്ലോക്ക് പെയിന്റിംഗ്, ഓർഗാനിക് ഡൈയിങ് ടെക്നിക്,
നാച്ചുറൽ ലീഫ് ഡിസൈൻസ് എന്നിവ ഉപയോഗിച്ചായിരുന്നു വസ്ത്രനിർമ്മാണം. ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിനുള്ള സന്ദേശവും പരിപാടിയിൽ അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, ഫാഷൻ ടെക്നോളജി വിഭാഗം മേധാവി റിനി റെജി, പ്രോഗ്രാം കോർഡിനേറ്റർ ജിസ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. അന്നമനട ബ്രഹ്മകുമാരീസ് IMA ബ്ലഡ് ബാങ്ക് ആൻഡ് റിസർച്ച് സെന്റർ തൃശൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്നമനട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ C. പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. BK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ, IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ NG രാധാകൃഷ്ണൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചെമ്പലക്കാട്ട് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AICTU കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സായാഹ്ന ധർണ നടത്തി. AICTU സംസ്ഥാന സെക്രട്ടറി ഇടപ്പള്ളി ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MS ഷാഹുൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ES സന്തോഷ്, സംസ്ഥാന പ്രസിഡന്റ് VK ഭാസ്കരൻ, സെക്രട്ടറി PK സായ്, KK മോഹനൻ, TV ഹരിദാസൻ, NK രാധാകൃഷ്ണൻ, PA മൈക്കിൾ, PA ജോസഫ്, PV സ്റ്റാൻലി, MR രമണൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ CI ഓഫീസ് പരിസരത്ത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് സന്ദർശിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും ബൈപ്പാസ് ഏരിയ ഉൾപ്പെടുന്ന പ്രദേശത്തെ പാർട്ടി കൗൺസിലർമാരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും നിർദ്ദേശപ്രകാരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് CI ഓഫീസ് പരിസരത്ത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ചത്. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവാൻ പരിപൂർണമായും BJP പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി, സെക്രട്ടറിമാരായ പ്രജീഷ് ചള്ളിയിൽ, ദീപ രാജേന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു, കൗൺസിലർമാരായ പരമേശ്വരൻ കുട്ടി, സുമേഷ്, ശാലിനി വെങ്കിടേഷ്, ധന്യ ഷെയ്ൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ പരിശോധിക്കാനെത്തി. കളക്ടർ എത്തിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. പ്രവർത്തികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.